മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരുടെ കാണപ്പെടുന്നതാണ് ഒരു ഇനഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓരോ ചാപ്റ്ററിനും ഇല്ല എന്നുള്ള കാര്യം. നമുക്കൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് ഏർലിയസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ബൗണ്ട് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ള കാര്യം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ടൈമർ വെച്ചിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങൾക്ക് മിക്കവാറും ഒരു പ്രോപ്പർ സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത സ്റ്റഡി പാറ്റേൺ ഒരിക്കലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം തലേ ദിവസം തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നെക്സ്റ്റ് ഡേ എന്താ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുക. നമുക്കറിയാം നീറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് NCERT ആണ്. ആ NCERT ആയിരിക്കണം നമ്മളെ മെയിൻ ബുക്ക് എന്ന് പറയുന്നത്. ബാക്കി റെഫറൻസ് ബുക്കോ നമ്മൾ ചെയ്യുന്ന ഗൈഡ്സോ ഒക്കെ അതിന് ഉള്ള ഒരു എയ്ഡ് മാത്രമായിരിക്കണം. ബയോളജിന്റെ കാര്യമൊക്കെ പറയാന്നുണ്ടെങ്കിൽ NCERT ലൈൻ ബൈ ലൈൻ നമ്മൾ തറോ ആക്കുന്ന രീതിയിലുള്ള ഒരു റീഡിങ് നടന്നിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ നമ്മൾ ഡെയിലി ബേസിസിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിച്ച സാധനം എല്ലാം മറന്നിട്ടുണ്ടാകും. ഒരു ഫിക്സഡ് ടൈമിൽ റിവിഷൻ എന്നും കൊണ്ടുപോകുക എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. പൊതുവേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് അടുത്തിരിക്കുന്ന ആളായിട്ട് കമ്പയർ ചെയ്യുക. അവരെ വർക്കിൽ വരുന്ന പ്രോഗ്രസ്സും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രസ്സും ഒരു കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. മറ്റുള്ളവരായിട്ട് മാക്സിമം കമ്പാരിസൺ ഒഴിവാക്കുക. പലരെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് എവിടെയാണോ അതിനേക്കാൾ പരമാവധി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഇടുക എന്നുള്ള കാര്യമാണ്.